ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നീതി ആയോഗ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, കേരള വനിതാ കമ്മീഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് നീതി ആയോഗിനെ കുറിച്ച് പറയുകയാണ്. നീതി ആയോഗ് എന്ന് പറയുമ്പോൾ നീതി ആയോഗ് നിലവിൽ വന്ന വർഷം എന്നാണ്? നീതി ആയോഗ് നിലവിൽ വന്ന വർഷം എന്നാണ്? 2015 ജനുവരി 1. നീതി ആയോഗ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 2015 ജനുവരി 1. 2015 ജനുവരി 1. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നു. അതുപോലെ പറയുകയാണെങ്കിൽ നീതി ആയോഗിന്റെ ചെയർമാൻ എല്ലായ്പ്പോഴും ആരാണ്? നീതി ആയോഗിന്റെ ചെയർമാൻ എല്ലായ്പ്പോഴും ആരാണ്? പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 2015 ജനുവരി 1. ചെയർമാൻ ഓഫ് നീതി ആയോഗ്, ആൻസർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ചെയർമാൻ ഓഫ് നീതി ആയോഗ് എന്താണ്? പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ നീതി ആയോഗിന്റെ ആദ്യകാല ചെയർമാൻ, ഫസ്റ്റ് ചെയർമാൻ ഓഫ് നീതി ആയോഗ് ആരാണ്? നരേന്ദ്രമോദി. ഫസ്റ്റ് ചെയർമാൻ ഓഫ് നീതി ആയോഗ്, ആൻസർ നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിന്റെ ആദ്യകാല ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. അതുപോലെ തന്നെ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറിയാണ്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറിയാണ്. വൈസ് ചെയർമാൻ ഓഫ് നീതി, പ്രസന്റ് വൈസ് ചെയർമാൻ ഓഫ് നീതി ആയോഗ്, ആൻസർ സുമൻ ബെറി. അതുപോലെ പറയുകയാണെങ്കിൽ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO ആരാണ്? സുബ്രഹ്മണ്യം. ഓർത്തുകൊള്ളുക. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO സുബ്രഹ്മണ്യം. പ്രസന്റ് CEO ഓഫ് നീതി ആയോഗ് സുബ്രഹ്മണ്യം. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഇനി പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുകയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1993 ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1993 ഒക്ടോബർ 12 നിലവിൽ വന്നു. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യകാല ചെയർമാൻ ആരാണ്? രംഗനാഥ മിശ്രയാണ്. ഫസ്റ്റ് ചെയർമാൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ആൻസർ രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യകാല ചെയർമാൻ ആരാണ്? രംഗനാഥ മിശ്രയാണ്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ലക്ഷ്യമാണ് എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ലക്ഷ്യം ചെയ്യുക എന്താണ്? അതായത് ഇന്ത്യയിലുള്ള ജനങ്ങളുടെ മനുഷ്യാവകാശം സംരക്ഷിക്കുക, മനുഷ്യരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് ആരുടെ ലക്ഷ്യം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ലക്ഷ്യം. പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അരുൺകുമാർ മിശ്ര. അരുൺകുമാർ മിശ്ര ഇസ് ദ പ്രസന്റ് ചെയർമാൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് അരുൺകുമാർ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാകാനുള്ള യോഗ്യത എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാകാനുള്ള യോഗ്യത ഇതാണ്. അതായത് സുപ്രീം കോടതിയിൽ നിന്നും ചീഫ് ജസ്റ്റിസ് ആയിട്ട് വിരമിച്ചൊരു വ്യക്തിയായിരിക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആകേണ്ടത്. ഓർത്ത് വെച്ചോളുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകേണ്ടത് എന്താണ്? അതായത് സുപ്രീം കോടതിയിൽ നിന്നും ചീഫ് ജസ്റ്റിസ് ആയിട്ട് വിരമിച്ചൊരു വ്യക്തിയായിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആകേണ്ടത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെ നിയമിക്കുന്ന ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്.
നമ്മൾ പറഞ്ഞു ക്വാളിഫിക്കേഷൻ ഓഫ് ചെയർമാൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. എന്താണ് ക്വാളിഫിക്കേഷൻ ഓഫ് ചെയർമാൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ? റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഫ്രം സുപ്രീം കോർട്ട്. റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഫ്രം സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ഒരു വ്യക്തിയായിരിക്കണം എന്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിട്ട് വരേണ്ടത്. അതുപോലെ പറയുകയാണെങ്കിൽ ഒരു സുപ്രീം കോടതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്താണ്? ചെയർമാൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആർ അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇനി നമ്മൾ ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ച് പറയുകയാണ്. ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ വന്ന വർഷം എന്നാണ്? ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണ്? 1992 ജനുവരി 31. 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? നിർഭയ ഭവൻ, ന്യൂഡൽഹി. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ വുമൻ കമ്മീഷൻ. ആൻസർ നിർഭയ ഭവൻ. നിർഭയ ഭവൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹി. നിർഭയ ഭവൻ സിറ്റുവേറ്റഡ് അറ്റ് ന്യൂഡൽഹി. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ദേശീയ വനിതാ കമ്മീഷന്റെ ലക്ഷ്യം എന്താണ്? ഇന്ത്യയിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുകയാണ്. ആരുടെ ലക്ഷ്യം? ദേശീയ വനിതാ കമ്മീഷന്റെ ലക്ഷ്യം. എയിം ഓഫ് Women Commission in India, National Women Commission in India, protection of women's and child in India. ഇന്ത്യയിലുള്ള സ്ത്രീകളുടെയും കുട്ടികളെയും സംരക്ഷിക്കുകയാണ്. ആരുടെ ലക്ഷ്യം? ദേശീയ വനിതാ കമ്മീഷന്റെ ലക്ഷ്യം. ദേശീയ വനിതാ കമ്മീഷന്റെ ലക്ഷ്യം. അതുപോലെ തന്നെ ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? ജയന്തി പട്നായിക്കാണ്. ആരാണ്? ജയന്തി പട്നായിക്കാണ്. ജയന്തി പട്നായിക് വാസ് ദ ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ വുമൻ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യകാല ചെയർപേഴ്സൺ ആരായിരുന്നു? ജയന്തി പട്നായിക്കാണ്. ജയന്തി പട്നായിക്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? രേഖാ ശർമ്മയാണ്. ആരാണ്? രേഖാ ശർമ്മയാണ്. രേഖാ ശർമ്മ ഈസ് ദ പ്രസന്റ് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ വുമൻ കമ്മീഷൻ. നാഷണൽ വുമൻ കമ്മീഷൻ. അതുപോലെ ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ പ്രസിദ്ധീകരണം ഏതാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമുണ്ട്. ആ പ്രസിദ്ധീകരണം ഏതാണ്? രാഷ്ട്രമഹിള. ഏതാണ്? രാഷ്ട്രമഹിള. പ്രസന്റ് പബ്ലിക്കേഷൻ ഓഫ് നാഷണൽ വുമൻ കമ്മീഷൻ. ആൻസർ രാഷ്ട്രമഹിള. രാഷ്ട്രമഹിള ഈസ് ദ പ്രസന്റ് പബ്ലിക്കേഷൻ ഓഫ് നാഷണൽ വുമൻ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ പ്രസിദ്ധീകരണമാണ് എന്ത്? രാഷ്ട്രമഹിള. രാഷ്ട്രമഹിള. അപ്പൊ തൽക്കാലം നമ്മൾ ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ നീതി ആയോഗിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ തൽക്കാലം നിർത്തുവാണ്. കാരണം മറ്റൊന്നുമല്ല, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കൂടെ ഈ വീഡിയോ ഉൾക്കൊള്ളിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വീഡിയോ ഒരുപാട് വലുതാകുന്നു. ഇപ്പോൾ തന്നെ 9 മിനിറ്റിന് പുറത്തായി. 10 മിനിറ്റിനൊക്കെ അപ്പുറം പോയാൽ പിന്നെ അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര കോംപ്ലിക്കേഷനാണ്. 2-3 ദിവസമൊക്കെ എടുക്കുന്നത് വേണ്ട. നമ്മൾ ദിവസം ഒരു വീഡിയോ എന്ന് നമ്മുടെ പ്രിയ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദിവസം ഒരു വീഡിയോ വെച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ കാണുന്നവർ കാണുക, കേട്ട് പഠിക്കുക. അത് നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഞാനിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് ക്ലാസ്സിന് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ദീപം ലോ അക്കാഡമിയിലൊക്കെ ഉള്ള സ്റ്റുഡൻസ് വീഡിയോ കാണുക, കേട്ട് പഠിക്കുക. കേട്ടോ? നമ്മുടെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ, അതൊക്കെ മറ്റൊരു വീഡിയോയിൽ നാളെ ഇന്ന് ചെയ്യത്തില്ല, നാളെ മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ കാണുന്നത് തുടർച്ചയായിട്ട് കാണുക. തുടർച്ചയായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ കാണുന്നതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഗുണങ്ങൾ ഉണ്ടാകും. വീഡിയോ കാണുക, ഈ പറഞ്ഞ ബുക്കിലോ ഡയറിയിലൊക്കെ നോട്ട് ചെയ്യുക, പിന്നീട് എടുത്തൊന്ന് വായിക്കുകയും കൂടെ ചെയ്താൽ നിങ്ങൾക്കിത് മോസ്റ്റ് യൂസ്ഫുൾ ആണ്.